ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് രാത്രി 10:30 ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് എല്ലാ മാർക്കറ്റുകൾക്കും ഇന്നൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെയായിരുന്നു മാർക്കറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റും ഭയങ്കര പോസിറ്റീവ് ട്രെൻഡ് തന്നെയായിരുന്നു കാണിച്ചിരുന്നത്. ബാങ്ക് നിഫ്റ്റി 900 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ്, നിഫ്റ്റി ഒരു 150 പോയിൻറ്റ് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയായിരുന്നു കാണിച്ചിരുന്നത്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ടോട്ടൽ മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കാര്യം മാത്രം നമുക്ക് പറയാം. ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്കൊന്ന് ഒരു കോറിലേഷൻ ഉണ്ടായിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയും തമ്മിൽ ഒരു കോറിലേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും, അങ്ങനത്തെ ഒരു മെത്തേഡിലായിരുന്നു. ഇപ്പോൾ കോറിലേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ട്രേഡ് എടുക്കാൻ. പിന്നെ നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, കോറിലേഷൻ ഇല്ലാത്ത ടൈമിലൊക്കെ എങ്ങനെ ട്രേഡ് എടുക്കാം. ഞാൻ എല്ലാ ദിവസവും ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് തരുന്നുണ്ടല്ലോ, ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. അതായത് എൻ്റെ കോഴ്സ് മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നല്ല, സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം, കോറിലേഷൻ എപ്പോൾ വരുന്നു അപ്പോൾ ട്രേഡിന് ആ ടൈമിൽ ഞാൻ എന്തെങ്കിലും ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ ആ ടൈമിൽ എന്തെങ്കിലും ട്രേഡ് നിങ്ങൾക്ക് തന്നെ സ്വയമായിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. അതെന്ന് വെച്ചാൽ കോറിലേഷൻ വരുന്ന ടൈമിലേക്ക് അതിൽ നല്ല ബ്ലാസ്റ്റിംഗ് മൂവ്മെൻറ്റുകൾ കിട്ടും. അതായത് ബാങ്ക് നിഫ്റ്റിയിലും കൂട്ടി ഒരു ബ്ലാസ്റ്റിംഗ് മൂവ്മെൻറ്റ് കിട്ടും വരുന്ന ടൈമിൽ. അങ്ങനെയൊക്കെ ട്രേഡ് എടുക്കാം. ടോട്ടലി അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇല്ലാത്ത ദിവസമായിരുന്നു. നമ്മളെന്നാലും ഒരു ടാർഗറ്റ് നിഫ്റ്റിയിലും ഒരു ടാർഗറ്റ് ബാങ്കിലും 5 SL നിഫ്റ്റിയിലും വന്നിട്ടുണ്ട്. 5 SL 3 വന്നത് നമ്മൾ കോറിലേഷൻ ഇല്ലാത്ത ടൈമിലത്തെ ട്രേഡുകളിലാണ്. കോറിലേഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ എടുക്കാറുണ്ട്. നമുക്കറിയാലോ, നമ്മൾ കോറിലേഷൻ ഇല്ലെങ്കിലും ട്രേഡ് എടുക്കും. 1 മിനിറ്റ് ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് കോറിലേഷൻ്റെ ഒരു സംഭവം വരുന്നില്ല അവിടെ, നമുക്ക് ട്രേഡ് കിട്ടും. പക്ഷെ അത് ഒരു 50-50 ആണ്. എപ്പോൾ നോക്കിയാലും കോറിലേഷൻ ഇല്ലാത്ത ടൈമിൽ നമുക്ക് 50-50 ആണ് എപ്പോഴും ചാൻസ് ഉള്ളത്. അതിൽ നമുക്കൊരു 3 SL അങ്ങനെയാണ് വന്നത്. ബാക്കി 2 SL ആണ് നമുക്ക് സൈഡിലേക്ക് വന്നത്. ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവർക്കും 10-20 പോയിൻറ്റോളം ലോസ് തന്നെയാണ്. നിഫ്റ്റിയിലാണ് പറഞ്ഞത് 10-20 പോയിൻറ്റോളം ലോസ് തന്നെയാണ് വന്നേക്കുന്നത്. പിന്നത്തെ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിഫ്റ്റിയിൽ ഞാനിപ്പോൾ തരുന്ന കോളുകൾ, അതായത് സിഗ്നൽസുകൾ, നിഫ്റ്റിയിൽ ഞാൻ തരുന്ന സിഗ്നൽസ് നിങ്ങളെല്ലാം എടുക്കാൻ ശ്രമിക്കുക. അത് ഫസ്റ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക, എല്ലാം എടുക്കുക. അപ്പോൾ എല്ലാ ട്രേഡ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരുതരം പ്രോഫിറ്റിക്ക് നമുക്ക് വരും ഓട്ടോമാറ്റിക്കലി. അതാണ് നമ്മുടെ സ്ട്രാറ്റജി. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഫസ്റ്റേ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് നിഫ്റ്റിയിലുണ്ട്, ഒരു ടാർഗറ്റ് ബാങ്കിലുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവരും എടുക്കണം നിർബന്ധമൊന്നുമില്ല, മനസ്സിലായില്ലേ? ഈ ട്രേഡ് എല്ലാവരും ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് 50 പോയിൻറ്റ് നിഫ്റ്റിയിലും 100 പോയിൻറ്റ് ബാങ്കിലും അങ്ങനെ എടുക്കണമെന്നൊരു നിർബന്ധമില്ല. അങ്ങനെ എടുക്കാത്തവർ കുറേ പേരുണ്ടാവും. പക്ഷേ ഓൾ ടോട്ടലാണ് ഞാൻ പറഞ്ഞത്. ഓൾ ടോട്ടൽ നമ്മളിന്ന് ഒരു 10-20 പോയിൻറ്റ് നിഫ്റ്റിയിൽ ലോസിൽ തന്നെയാണ് ക്ലോസ് ചെയ്തങ്ങനെ നിന്നത് ദിവസം. ഞാൻ പേഡിലത്തെയും ഫ്രീയിലത്തെയും കാര്യമാണ് ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രീ ഗ്രൂപ്പിൽ ഞാൻ രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നത് നിഫ്റ്റി ലെവൽസ്, ബാങ്ക് നിഫ്റ്റി ലെവൽസ് ആണ്. ഇതാണ് ബാങ്ക് നിഫ്റ്റി ലെവൽസ്, ഇതാണ് നിഫ്റ്റി ലെവൽസ്. അപ്പോൾ ഈ ലെവൽസ് നോക്കിയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം ട്രാപ്പിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതായത് അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് വീഡിയോയുടെ തുടക്കത്തിൽ, കോറിലേഷൻ്റെ കാര്യങ്ങൾ. അപ്പോൾ കോറിലേഷൻ വരുന്ന ടൈമിൽ നമുക്ക് നല്ല ട്രേഡുകളൊക്കെ വരും. അതില്ലാത്ത ടൈമിൽ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് ഇന്ന് ടോട്ടലി അതില്ലാത്ത ദിവസം തന്നെയായിരുന്നു, കോറിലേഷൻ ഇല്ലാത്ത ദിവസം തന്നെയായിരുന്നു ഇന്നത്തെ. ബാങ്ക് ഭയങ്കര സ്പീഡായിരുന്നു. ബാങ്ക് ഭയങ്കര സ്പീഡിൽ മുകളിലേക്ക് സൈഡിലേക്ക് തന്നെ മുകളിലേക്ക് പോയി കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ ടൈമിലാണ് നമുക്ക് നിഫ്റ്റിയിൽ ഞാൻ നിഫ്റ്റി ട്രേഡറാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷെ നിഫ്റ്റിക്ക് വലിയ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് അതൊരു ടാർഗറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഒരു ഭാഗത്താണ് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയേക്കണത്. പിന്നെ വലിയ മൂവ്മെൻറ്റുകൾ നിഫ്റ്റിക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ട്രാപ്പിങ്ങൾ കഴിഞ്ഞിട്ടായിരുന്നു നിഫ്റ്റിക്ക് പോയിൻറ്റ്സ് കിട്ടിയായിരുന്നത്. ഇത് നമ്മുടെ റൂൾസാണ്, നമുക്കറിയാമല്ലോ. പിന്നെ നമ്മുടെ 23,200 P, 23,250 C, 48,600 C, 48,600 P. അപ്പോൾ ഇത്രയും സ്ട്രൈക്കാണ് ഞാൻ കൊടുത്തേക്കണത് ഇന്ന്. ടോട്ടലി പറയുകയാണെങ്കിൽ ഇത്ര സ്ട്രൈക്കാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ആക്റ്റീവായ ട്രേഡിലേക്ക് മാത്രം പോകാം. നമുക്ക് 48,600 C ആക്റ്റീവായി ഉണ്ടായിരുന്നു. നമുക്ക് 23,200 Pയും 23,250 Cയും ആക്റ്റീവായി ഉണ്ടായിരുന്നു. ഈ 3 ട്രേഡാണ് നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിരിക്കണത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് നമുക്ക് പോകാം. ആദ്യം 48,600 C ആണ് കേട്ടോ, 780 രൂപ 60 പൈസ, 8.28 ഞാൻ കൊടുത്തേക്കണത്. അപ്പോൾ ഇതാണ് സ്ട്രൈക്ക്, 48,600 C. ഇത് നമുക്ക് ഫുൾ ടാർഗറ്റാണ്. ഫുൾ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 150 പോയിൻറ്റോളം, ഒരു 30 പോയിൻറ്റ് SL ചെയ്യണ ആൾക്ക് 150, 20 പോയിൻറ്റ് SL ചെയ്യണമെങ്കിൽ 200, അല്ല 20 പോയിൻറ്റ് SL ചെയ്യണ ഒരാൾക്കാണെങ്കിൽ 100 പോയിൻറ്റ്. പിന്നെ നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് വേറെയും അങ്ങനെയാണ് ഒരു സെറ്റപ്പ് വന്നേക്കണത്. നമുക്ക് വേണ്ട തൽക്കാലം മിനിമം ടാർഗറ്റ് നമുക്ക് നോക്കി നോക്കാം. ഇതിപ്പോൾ 20-ാം തീയതിയാണ് ഡേറ്റ്. നമുക്ക് കാണാം ബയ്യേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടില്ല, റിജക്ഷൻ ചെയ്തു ഇവിടെ ഗ്രീൻ ക്യാനിൽ. പിന്നെ ഇതാണ് നമുക്ക് ബയ്യേഴ്സ് ക്ലോസ് ചെയ്ത ക്യാനിൽ, ഈ ഗ്രീൻ ക്യാനിൽ. ഇത് 8:30 കൊടുത്ത ട്രേഡാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. പിന്നെ ഇത് ഇവിടെയാണ് നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയിരുന്നത്, ഈ റെഡ് ക്യാനിൽ. നമുക്കൊരു 11 രൂപ വ്യത്യാസം അവിടെ കിട്ടിയിട്ടുണ്ട്. അത് തന്നെ ഡിമാൻഡാണ്, നമുക്ക് അവിടെ നിന്ന് എടുക്കാം. 11 രൂപ വ്യത്യാസം നമുക്ക് എടുക്കാം ബാങ്കിനെ.
അത് നേരെ പോയിട്ടൊരു 150 പോയിൻറ്റോളം അത് പോയിട്ടുണ്ട്. ഫുൾ ടാർഗറ്റാണത്. 100 പോയിൻ്റ് 150 പോയിൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഫുൾ ടാർഗറ്റ്. നമുക്ക് അതിലൊരു ഫുൾ ടാർഗറ്റാണ് വന്നേക്കണത്. പിന്നെ അടുത്ത ലെവൽ 900 പിന്നെ ഞാൻ കൊടുത്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റി ഞാൻ രാവിലെ കൊടുക്കുന്ന ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബാങ്ക് നിഫ്റ്റി എടുക്കാൻ താല്പര്യമുള്ളവർ അവിടെ എടുത്തോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ലെവൽസ് കൊടുക്കുന്നത്. താരതമ്യേന ബാങ്ക് നിഫ്റ്റി എടുക്കാൻ താല്പര്യം കുറവുണ്ട് കുറേ ആൾക്കാർക്ക്. എൻ്റെ പിന്നെ ബാങ്ക് നിഫ്റ്റി ഞാൻ പുഷ് ചെയ്യണില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അങ്ങനെ പുഷ് ചെയ്യായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഇഷ്ടംപോലെ ടാർഗറ്റുകൾ ഉണ്ടാവും. കണ്ടില്ലേ, ഈ സ്ട്രൈക്ക് തന്നെ ഞാൻ 797 അടിക്കാൻ പറഞ്ഞതാണ്. അത് ഇന്ന് ടോട്ടൽ ഇന്ന് മൂവ് ചെയ്തേക്കണത് 1450 വരെയാണ്. അപ്പോൾ ഒരു 700 പോയിൻ്റ് 600 പോയിൻ്റ് മുന്നോട്ട് കിട്ടിയിട്ടുണ്ട്. കിട്ടുമായിരുന്നു. നമുക്കവിടെ ടാർഗറ്റുകളും കിട്ടും, വേറെ സ്ട്രൈക്കിലൊക്കെ കിട്ടും. പിന്നെ ബാങ്ക് നിഫ്റ്റിക്ക് ആൾക്കാർക്ക് താല്പര്യം കുറവുണ്ട്. അതാണ് ഞാൻ പിന്നെ ഇടാത്തത്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. മെയിനായിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയൊക്കെ വേണം, നമുക്ക് അത് ചെയ്താലും പ്രശ്നമില്ല, അങ്ങനത്തെ സെറ്റപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ ഇത്രയൊന്നും ബാങ്ക് നിഫ്റ്റി ഫോക്കസ് ചെയ്തിട്ടുള്ള ട്രേഡുകൾ നിങ്ങൾക്ക് തരാൻ നോക്കാം. ഈ നിഫ്റ്റി മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞു നേരത്തെ പറയുന്നത് കോറിലേഷൻ്റെ ഒരു കേസ്. ഇതിപ്പോൾ നിഫ്റ്റി മാത്രം ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നിഫ്റ്റി മിക്ക ദിവസങ്ങളിലും നിഫ്റ്റിക്ക് മൂവ്മെൻറ്റ് കിട്ടും. ഈ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് ആ മൂവ്മെൻറ്റ് നമുക്കും പിടിക്കാൻ പറ്റും, പ്രോഫിറ്റ് വരും. പക്ഷേ ചില ദിവസങ്ങളിൽ ബാങ്ക് നല്ല മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ബാങ്ക് ചെയ്യാത്തതുകൊണ്ട് നിഫ്റ്റിയിൽ നമുക്ക് ട്രേഡും കിട്ടില്ല, ബാങ്കിൻ്റെ ട്രേഡ് എടുക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരും. ഇന്ന് ആക്ച്വലി ഞാൻ ബാങ്കിൽ ട്രേഡ് കൊടുക്കാൻ നോക്കുകയാണെങ്കിൽ ഇന്ന് എനിക്ക് മിക്ക എടുക്കുന്ന ട്രേഡൊക്കെയും പ്രോഫിറ്റ് ആയിരിക്കുന്നത് ദിവസം. അങ്ങനത്തെ ഒരു ലെവലായിരുന്നു ബാങ്കിൻ്റെ പെർഫോമൻസ്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ എൻട്രീസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കത് ബാങ്ക് നിഫ്റ്റിയുടെ എൻട്രീസും കൂടിയും ഇഷ്ടം പോലെ ഇടാൻ നോക്കാം, പെയ്ഡ് ഗ്രൂപ്പിലും ഫ്രീ ഗ്രൂപ്പിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ എൻട്രി. നമുക്ക് ഫുൾ ടാർഗറ്റാണ്. ഇത് എടുത്തവരുണ്ടാവാം, എടുക്കാത്തവരുണ്ടാവും, 100 പോയിൻ്റ് പോലും എടുക്കാത്തവരുണ്ടാവാം. പക്ഷെ എടുത്താലില്ലെങ്കിൽ ഇത് ടാർഗറ്റാണ്. ഇത് വളരെ ഈസി ആയിട്ട് വന്ന ടാർഗറ്റാണത്. പിന്നെ നമുക്കുണ്ടായിരുന്നത് 23,200 പിയും 23,250 സിയും ആണ്. ഞാൻ പറഞ്ഞ ടാർഗറ്റ് 23,250 സിയിലാണ്. അതിൻ്റെ നെക്സ്റ്റ് പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു 10-18. അതിനാണ് നമുക്ക് ആക്ടിവേറ്റ് ആയിരുന്നത്. 164.85 എൻ്റെ വേറൊരു പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് ആക്ടിവേറ്റ് ആയിട്ട് ഫുൾ ടാർഗറ്റ് വന്നതാണത്. ഇത് നമുക്ക് ഡയറക്റ്റ് എസ്സിൽ വന്ന ട്രേഡായിരുന്നു. 20-ാം ഡേറ്റ്. പിന്നെ നമുക്ക് നമ്മുടെ ലെവലിലേക്ക് എത്തുമ്പോൾ ബയേഴ്സ് ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം. ഇവിടെ ബയേഴ്സ് ലോസ് ചെയ്തു, സെല്ലേഴ്സ് ഇതിൽ റിജക്റ്റ് ചെയ്തു. ഇത് ബോഡി ലോസ് അടിയിലാണ്. കറക്റ്റ് ലെവലിൽ നിന്നാണ് റിജക്ഷൻ വന്നതാണത്. ലെവലിൽ നിന്നുള്ള റിജക്ഷൻ ആകുമ്പോൾ ഇതിനോടെയും പ്രോബിലിറ്റി ഉള്ള ട്രേഡിംഗ് ആയിരുന്നു അത്. പക്ഷേ അത് ഡയറക്റ്റ് എസ്സിലായിരുന്നു നമുക്ക് വന്നത്. 10 പോയിൻ്റ് ഡയറക്റ്റ് എസ്സിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു ഒന്നാമത്തെ ട്രേഡ്. ഇത് എട്ടരയ്ക്ക് കൊടുത്ത ട്രേഡാണ്. 178.15 എട്ടരയ്ക്ക് കൊടുത്ത ട്രേഡാണ്. അപ്പോൾ അങ്ങനെ ഒരു 10 പോയിൻ്റ് എസ്സിൽ വന്നിട്ടുണ്ടായാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ 23,250 സി. ഇത് 1:5 തന്നെയാണ്. പക്ഷേ 1:5 വളരെ ഈസി ആയിട്ട് കിട്ടിയാണ്. 1:5 അല്ല, ഞാൻ പറഞ്ഞില്ലേ 10-18 കൊടുത്ത ട്രേഡാണത്. 10-18 ഈ ക്യാൻഡിൽ, ഈ ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എൻട്രി കൊടുത്തത്. നമുക്ക് പിന്നെ എൻട്രി ആക്ടിവേറ്റ് ആണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻഡിലാണ്. ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്തു. 10:34 എൻട്രി ആക്ടിവേറ്റ് ആണത്. ഇതെല്ലാവർക്കും ലിമിറ്റ് ഓർഡർ കിട്ടും. പക്ഷേ നമുക്ക് ഡയറക്റ്റ് എസ് എൽ ആയിരുന്നു വന്നത്. 164.85 നമുക്ക് ഡയറക്റ്റ് എസ് എൽ വന്നു. എന്നിട്ട് നമ്മൾ എസ് എല്ലിനെ അത് സ്വൈപ്പ് ചെയ്ത ശേഷം പിന്നെയും അപ്പോൾ തന്നെ കയറിയിട്ടത് റീ എൻട്രിയിലേക്ക് പോയി. അടുത്ത റീ എൻട്രിയാണ് 164.85 പിന്നെ റീ എൻട്രി വന്നു. ഇവിടെ ബയേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്തു. ലിമിറ്റിൽ കിട്ടും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടും. അവിടെ നമുക്ക് കാണാം അത് പ്ലാസ്റ്റിക് മൂവ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് 50 പോയിൻ്റ് മൂവ്മെൻ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഈ 182.30 നമുക്ക് വേറെ ലെവലാണ്. പക്ഷേ അവിടെ നമുക്ക് കറക്റ്റായിട്ടുള്ള എൻട്രി വന്നിട്ടില്ല. ഇവിടെ ബയേഴ്സ് ക്ലോസ് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്ത് വലിയൊരു എമൗണ്ട് അടിയിലേക്ക് വരാണ്ട്. അപ്പോൾ അവിടെ എടുക്കാൻ പറ്റില്ല. ഇത് റിസ്ക് ഉണ്ട് അവിടെ. ഇത് റിസ്ക് എടുക്കണവർക്കുള്ള എൻട്രി ആണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ സെല്ലേഴ്സ് വന്നു 200. ഞാൻ പറഞ്ഞു 182 10 പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ 190. നമുക്ക് 190 ഇട്ടിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ എന്ന് വെച്ചാൽ റിസ്ക് ആണ് അത്. കറക്റ്റായിട്ട് പറയാമല്ലോ, അത് 100% റിസ്ക് എൻട്രി ആണ്. പിന്നെ അവിടെ ഒന്നും പറയാനില്ല ആ കാര്യത്തിൽ. മനസ്സിലായില്ലേ? നമുക്ക് കിട്ടിയൊരു എൻട്രി പ്രോഫിറ്റ് ആക്കാന്നുള്ളേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു എൻട്രിയാണ് 50 പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയാണത്. ഇതിൽ ഞാൻ പറഞ്ഞു അതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ഈ എൻട്രി എല്ലാവർക്കും എസ് എൽ തന്നെയാണ്. ഇത് ഇനി സ്വൈപ്പ് ചെയ്ത് പോയിട്ട് വിൽക്കാത്തവരുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ ലിമിറ്റിൽ നിന്ന് എടുക്കണവർക്ക് ഒരു 11 പോയിൻ്റാണ് അടിക്ക് പോയിരുന്നത്. 11 പോയിൻ്റ് വന്നിട്ട് നേരെ തിരിച്ച് കയറിയായിരുന്നു. അപ്പോൾ അത് അവിടെ ലിമിറ്റിൽ വിൽക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പ്രോഫിറ്റിക്ക് പോയിണ്ടാവും. ഇനിയിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടാണ് ഇത് വരുന്നതെന്ന് വെച്ചാലും അത് അടിപൊളിയായിട്ട് റിക്കവർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ ഫ്രീ ഗ്രൂപ്പിലത്തെ ട്രേഡുകൾ ഇങ്ങനെയാണ്. ഈ ട്രേഡ് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിലും കിട്ടുന്ന ട്രേഡുകളാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവരും പെയ്ഡ് ഗ്രൂപ്പിൽ എടുക്കുന്നത് തന്നെയാണ്. പെയ്ഡ് ഗ്രൂപ്പിൽ വേറെ ട്രേഡുകളൊന്നും വന്നിട്ടുണ്ട്. പക്ഷേ പെയ്ഡ് ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. നമുക്ക് ആകെ ഒരു 1:1 ആണ് വന്നത് പെയ്ഡ് ഗ്രൂപ്പിൽ. പിന്നെ 2 ഡയറക്റ്റ് എസ് എല്ലാണ്ട് വന്നതാണത്. അപ്പോൾ നമുക്ക് മെയിനായിട്ടുണ്ടായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എസ് എല്ലുകൾ എടുത്തിട്ടായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തത്. അതാണ് ഇന്നത്തെ ഒരു മെയിൻ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ 10 പോയിൻ്റ് എസ് എൽ ഇട്ടു, അത് സ്വൈപ്പ് ചെയ്യുക, മാർക്കറ്റ് റൺ ചെയ്യുക, അങ്ങനത്തെ ലെവലുള്ള ട്രേഡിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും
10 പോയിന്റ് ഒന്ന് പോയിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നൊരു 20 പോയിന്റ് അല്ലെങ്കിൽ 30 പോയിന്റ് 3 ട്രേഡാണ് പെയ്ഡ് ഗ്രൂപ്പിലുണ്ടായിരുന്നത്. അതിൽ 2 ട്രേഡും എസ്എല്ലാണ്, 1 ട്രേഡ് 1:1 ആണ്. അപ്പോൾ അത്ര അതിൽ പറയാവുള്ളൂ. ഇതാണ് എൻ്റെ പെയ്ഡ് ഗ്രൂപ്പ്. ഇത് രാവിലെ കൊടുത്ത ട്രേഡുകൾ തന്നെയാണ്. പിന്നെ ഇവിടെ നിന്നിട്ടാണ് പെയ്ഡ് ഗ്രൂപ്പിൻ്റെ എൻട്രീസ് വരുന്നത്. അതായത് ഒരു 11 മണി തൊട്ടിട്ട്. എന്താണെന്ന് കേസ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടുവരുന്ന നേരത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻട്രികൾ കിട്ടാൻ. രാവിലത്തെ മറ്റടുത്ത് ഫുൾ ടാർഗറ്റ് വന്നൊന്നും കണ്ട് കയറില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 10:30 ഗണ്ടൊക്കെയാണ് എൻട്രി വന്നത്. അപ്പോൾ അതൊക്കെയാണ് നേരത്തെ പ്രശ്നം. അതൊക്കെ ഇവർക്ക് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ട്രേഡുകൾ തന്നെയാണ്. നമുക്ക് ഈ 2 ട്രേഡ് വന്നിട്ടുണ്ട്. 23,300 സിയും വന്നിട്ടുണ്ടായിരുന്നു, 23,300 പിയും വന്നിട്ടുണ്ടായിരുന്നു. പിയിലേക്ക് ഒന്ന് റിസ്ക് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കാണാം അവിടെ പിയിലേക്ക് എടുക്കുന്ന സമയത്ത് ലോട്ട് കുറയ്ക്കാൻ ഞാൻ ഉണ്ടായിരുന്നു. പിയിലേക്ക് നല്ല ഡിഫിക്കൽട്ടായിരുന്നു ഇന്നത്തെ ട്രേഡിങ്. പി സിയുടെ അങ്ങനെ റിവേഴ്സ് ഒന്നും കിട്ടില്ല ഇന്നത്തെ ദിവസം. റിവേഴ്സിലില്ല. ബേസിക്കലി പറഞ്ഞ അതാണ്. ഇന്നത്തെ ദിവസം മാർക്കറ്റ് 1 ഡയറക്ഷൻ മൂവ്മെന്റ് തന്നെയായിരുന്നു. പക്ഷേ നിഫ്റ്റി ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ട്രാപ്പുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് നമുക്ക് പി സി അടിക്ക് 3 എൻട്രികൾ വന്നിട്ടുണ്ട്. ഈ 3ഉം ട്രാപ്പുകളാണ്. അതാണ് ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം. പക്ഷെ നമ്മൾ ഈ ട്രാപ്പിലാണെങ്കിലും നമ്മൾ ട്രേഡ് എടുക്കാറുണ്ട്. 10 പോയിന്റ് 5 പോയിന്റ് കിട്ടാറുണ്ട്. എന്നാൽ അതുവരെ കിട്ടിയിട്ടില്ല. നമുക്കൊരു 7 പോയിന്റ് 8 പോയിന്റ് ഒക്കെ നിഫ്റ്റി തരും. എന്നിട്ട് എസ് എല്ലിലേക്ക് പോകും. അതുണ്ടായിരിക്കുന്നത് മെയിനായിട്ട്. ബേസിക്കലി നമ്മുടെ ഒരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പോയിന്റ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ കോസ്റ്റ് ഇടുക അല്ലെങ്കിൽ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഫുൾ ടാർഗറ്റ് ഇരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ റോള്. ബേസിക്കലി ആ റോള് നടപ്പാക്കാൻ പറ്റിയിട്ടില്ലേ. അതാണ് ഇവിടുത്തെ ഇന്നത്തെ ഒരു പ്രശ്നം. ഒരു 7-8 പോയിന്റ് അത് മൂവ് ചെയ്യും മുകളിലേക്ക്. 10 പോയിന്റ് തികച്ചെത്തില്ല. എന്നിട്ടത് പിന്നെയും വീക്ക്നെസ് ആയിട്ട് വന്നിട്ട് എസ് എൽ എടുക്കും, പിന്നെയും കയറും. അപ്പോൾ ഇതൊരു ഭയങ്കര ബാഡായിട്ടുള്ള പരിപാടിയായിരുന്നു നടന്നിരുന്നത് നിഫ്റ്റിയിൽ. നിഫ്റ്റിക്കാണെങ്കിൽ മൂവ്മെന്റ് ഉണ്ട്, പക്ഷെ നമുക്ക് പ്രോഫിറ്റും കിട്ടണില്ലേ. അങ്ങനത്തെ ലെവലൊരു ട്രേഡിങ് ഡിഫിക്കൽട്ട് തന്നെയായിരുന്നു ഇന്നത്തെ ദിവസം. പി സൈഡ് ഇന്ന് ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞ പകുതി ക്വാണ്ടിറ്റി. ഇപ്പോൾ 10 ക്വാണ്ടിറ്റി എടുക്കുന്ന ആളാണെങ്കിൽ 5 ക്വാണ്ടിറ്റി, 2 ക്വാണ്ടിറ്റി എടുക്കുന്ന ആളാണെങ്കിൽ 1 ക്വാണ്ടിറ്റി. 1 ക്വാണ്ടിറ്റി എടുക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ട്രേഡിങ്. പി സൈഡിലേക്ക് ഉണ്ടായിരുന്നത്. പി സൈഡ് തന്നെയാണ് പണി തന്നതും. ഒരു സി സൈഡ് നമുക്ക് പണി തന്നു. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. 23,300 സി അതായിരുന്നു നമുക്ക് വന്ന ട്രേഡ്. നിങ്ങൾക്ക് കാണണം ഹൈലി നല്ല മൊമെൻറ്റം കിട്ടിയ ടൈമായിരുന്നു ഇത്. 23,300 സി ആണിത്. നല്ലൊരു മൊമെൻറ്റം കിട്ടിയ ടൈമാണ്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 10 പോയിന്റ് പോലും കിട്ടണില്ല. കറക്റ്റ് 250 മുകളിൽ പോയി. സെല്ലേഴ്സ് സ്കാനിൽ കണ്ടു, നമ്മളെ ട്രാപ്പാക്കി ബാങ്ക് നിഫ്റ്റി അടിക്ക് പോയി. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിപ്പോൾ സിയിലേക്കാണെന്ന് മാർക്കറ്റ് അവിടെ നല്ല മൊമെൻറ്റം കിട്ടുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി കയറുന്നുണ്ട്, നിഫ്റ്റിയും കയറുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിപ്പാണ് എപ്പോഴും വരുന്നത്. എപ്പോഴും ഒരു ട്രാപ്പിംഗ് നടക്കുന്നുണ്ട് മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന്. സി സൈഡ് നല്ല മൊമെൻ്റ് ഉള്ള ടൈമിൻ്റെ ആയിരുന്നു ഇന്നത്തെ. പക്ഷെ നമുക്കവിടെ എടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് 3 ട്രേഡാണ് പെയ്ഡ് ഗ്രൂപ്പിൽ വന്നത്. നമുക്ക് ആദ്യം 2 എസ്എല്ലാണെങ്കിൽ ലാസ്റ്റ് ഒരെണ്ണം 1:1 ആണ്. പക്ഷെ അത് പിയിലേക്കാണ് വന്നത്. ആ 1:1 വന്നേക്കുന്നത് പിയിലേക്കാണ്. പക്ഷെ ഞാനവിടെ 10 പോയിന്റ് എടുക്കണമെന്ന് ഞാൻ ആരോടും നിർബന്ധം പിടിച്ചിട്ടില്ല. നമുക്ക് കിട്ടുന്ന പോയിന്റിൽ ഇറങ്ങിക്കോന്ന് തന്നെ ഞാൻ പറഞ്ഞത്. അത്യാവശ്യം 10 പോയിന്റ് കറക്റ്റ് വന്നിട്ടുണ്ട്. കിട്ടുന്ന പോയിന്റിൽ ഇറങ്ങിക്കോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പി സൈഡാണ്, ഇനി ഒരു ലോസ് അടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെയും ചെറിയൊരു പോയിന്റ് റിക്കവറായി ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇനി ബാക്കിയൊക്കെ റിക്കവറി നാളെയാണ്. നാളെ റിക്കവറി എന്ന് പറഞ്ഞാൽ നാളെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി തരണം കേട്ടോ. ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ട് റിക്കവറി ഇല്ല എവിടെയും. നാളെ നല്ല ദിവസമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അത്രയും മൊമെൻറ്റം കിട്ടുന്ന ദിവസമാണ്. ഈ പ്രഷറൊക്കെ ഒന്ന് റിലീസ് ചെയ്യുന്ന ദിവസം കൂടിയാണ് നാളത്തെ. നല്ലൊരു ഹൈ മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട് നാളെ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ ട്രേഡിങ്. ഇന്ന് അത്ര വലിയ നല്ല ദിവസം ആയിരുന്നില്ല. ബേസിക്കലി നമ്മൾ ടാർഗറ്റ് അടിക്കണതിനല്ല ഇവിടെ കൊണ്ടുവരുന്നത്. ബേസിക്കലി നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക. നമ്മൾ ടാർഗറ്റ് അടിക്കണതിനല്ല ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കിന്നൊരു 10 പോയിന്റ് മിനിമം നിഫ്റ്റിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ലേ. അതൊരു പ്രശ്നം തന്നെയാണ് നമ്മുടെ ട്രേഡിങ്ങിൽ. അതൊരു പ്രശ്നം തന്നെയാണ്. അത് ഇന്നത്തെ ദിവസത്തെ കോറിലേഷനാണ് ആ പ്രശ്നം വന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക മീൻസ് അത് നിങ്ങളും മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാർട്ടും വെച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. അത് സ്പോട്ട് ചാർട്ട് വെച്ചിട്ടും കൂടി ട്രേഡ് ചെയ്യുക. പിന്നെ വലിയ ട്രാപ്പുകളൊന്നും പെടില്ലേ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ ട്രേഡിങ്. ഇന്നൊരു 10-20 പോയിന്റൊക്കെ ചിലർക്ക് ലോസിൽ തന്നെയാണ് ഇരിക്കുന്നുണ്ടാവുക. നമുക്ക് നാളെ റിക്കവർ ആക്കാം. എന്തായാലും അമേരിക്കയിൽ നിന്നൊരു നല്ലൊരു ന്യൂസ് വരുന്ന ദിവസമാണ്. അപ്പോൾ നാളെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അത് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് പ്രോബബിലിറ്റിയാണ്. നിങ്ങൾക്ക് നല്ലൊരു ഹൈ റിസ്ക് റിവാർഡ് കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ. നമുക്ക് ഓടിച്ചാടിയുള്ള ട്രേഡിംഗ് ഒന്നും ഇല്ല. നമുക്ക് ഇന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് കുറേ ആൾക്കാർക്ക് ലോസ് ഉണ്ടാവും, കുറേ ആൾക്കാർക്ക് പ്രോഫിറ്റ് ഉണ്ടാവും, കുറേ ആൾക്കാർക്ക് മ്യൂട്ടഡ് ആയിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ കണ്ടീഷൻസ് മനസ്സിലായതാണെന്ന് വിചാരിക്കണം. അങ്ങനെ ട്രേഡ് ചെയ്യുന്ന ആൾ കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എസ് എല്ലിൽ കീപ്പ് ചെയ്തിട്ട് കറക്റ്റായിട്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് അധികം ലോസിലേക്കൊന്നും നിങ്ങൾ പോവില്ല. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം ലോസ് വരില്ല. ഒരു മിനിമം ലോസും നല്ലൊരു പ്രോഫിറ്റും എന്നൊരു ലെവലിലേക്ക് നിങ്ങൾ വരും. മനസ്സിലായില്ലേ. ഒറ്റ ദിവസം കൊണ്ട് ക്യാപിറ്റൽ ഡബിൾ ആക്കാം അങ്ങനത്തെ ഒരു ചിന്തയിൽ ആരും ഇരിക്കരുത് കേട്ടോ. അത് അങ്ങനത്തെ ഒരു ചിന്തയിലിരുന്നാൽ തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രശ്നം. നമുക്ക്
ചെറുതായി പ്രോഫിറ്റ് എടുത്തിട്ട് ക്യാപിറ്റലിനെ ഡബിൾ ആക്കാം. അങ്ങനത്തെ ഒരു മൈൻഡിലിരിക്കുക. അപ്പോൾ എല്ലാം സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. നമുക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ലോസിൽ നിൽക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് ഒക്കെ അതിലാണ് കൊടുക്കുന്നത്. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിലും അപ്പ് സ്റ്റോക്കിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർ ഒന്നെങ്കിൽ എനിക്ക് DM ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ടെലിഗ്രാമിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഗൈസ്. നാളെ ഒരു അടിപൊളി ദിവസം ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു.